ചെളിവെള്ളമാണ് പോകുന്നത്. സോ ഗൈസ്, അങ്ങനെ എൻ്റെ ഗുളി കഴിഞ്ഞു ഗൈസ്. ഏതോ നമ്പൂതിരിക്കുണ്ടായ പട്ടിയാണ് തോന്നുന്നുണ്ട്. വെജിറ്റേറിയനാ, പയറുപ്പേര് ഇതിനകത്ത് തിന്നുണ്ട് മടം. ഞാൻ ചാർജും കൂടി ചെയ്തിട്ടാണ്. ഓ, നല്ല ചെറുപ്പാണല്ലോ. പറഞ്ഞ 2 സംഭവങ്ങൾ. ഞാനിതുവരെ ടാങ്കും പഞ്ചസാരയും പാലുമായിട്ടാണ് ഞാനത്. നല്ല ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സക്സസ്ഫുള്ളി പോപ്കോൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപ്പ് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ആൾക്കാരെ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. സന്തോഷമായില്ലേ? ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമേന്ദ്രൻ ഈ എങ്ങനെയുണ്ടെന്ന് മൂവി എങ്ങനെ റിവ്യൂ പറയാമോ? അമ്മ കുറെ നാളുകൾക്ക് ശേഷം എല്ലാം കൊണ്ടുവന്നു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോറി, ഗുഡ് ആഫ്റ്റർനൂൺ ആവുന്നതിന് മുമ്പ് ഞാൻ എണീക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സമയം 11 സംതിങ് ആയിട്ടുണ്ട്, 11:30 ആയിട്ടുണ്ട്. ഞാൻ എണീറ്റപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വ്ളോഗ്സ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറേ പരിപാടീസ് ഉണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് കുറേ വീഡിയോസ് ചെയ്യാനുണ്ട്, വ്ളോഗ്സ് എടുക്കാനുണ്ട്, മൂവിക്ക് പോകാനുണ്ട്. ഇന്ന് ഞങ്ങൾ മരണമാസത്തിന് പോവാണ്. ഇന്ന് ഒറ്റയ്ക്കല്ല, ഇന്ന് അമ്മയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചാൽ കുറേ ദിവസമായല്ലോ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഇനി ബ്രഷ് ചെയ്യണം, കുളിക്കലൊക്കെ ഒരുമിച്ചാണ്. ഞാനിപ്പോൾ കുറച്ച് എന്ന് പറഞ്ഞാൽ 2-3 മാസമായിട്ട് ഇപ്പോൾ വീട്ടിലുള്ള ദിവസം ഫുൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ കുളിയും അതേപോലെ തന്നെ കുളി എന്ന് പറഞ്ഞാൽ ഹെയർ ചിലപ്പോൾ വാഷ് ചെയ്തൊന്നും വരില്ല കേട്ടോ. കുളിയും അതേപോലെ തന്നെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങാറ്. അപ്പം തന്നെ ഉച്ചയാവും. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഡയറ്റ് കാര്യങ്ങൾ റുട്ടീനൊന്നും അത്ര നല്ലതൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കൂടുതൽ അത് തന്നെ ശ്രദ്ധിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ ആവണായിട്ട് മുമ്പ് പോയിട്ട് കുളിച്ചിട്ട് ബ്രഷ് ചെയ്തിട്ട് ഓടി വരാം. ഓക്കെ. സോ ഗൈസ്, അങ്ങനെ എൻ്റെ ഗുളി കഴിഞ്ഞു ഗൈസ്. രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു സംഭവം സാറ്റിൻ്റെ ഒരു ഇതിട്ടിട്ടാണല്ലോ കിടക്കാറ്. അപ്പം എൻ്റെ ഹെയർ ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കോംബ് ചെയ്തിട്ടോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. തുമ്പൊക്കെ ഭയങ്കര ഇത്. കുറേ പേര് എന്ത് ചോദിക്കുന്നുണ്ട്, ഹെയർ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹെയർ ഒന്നും ചെയ്തിട്ടില്ല, പണ്ട് എപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ അമ്മയും വിഷുവിൻ്റെ പടക്കമൊക്കെ ഓട്ടി തുടങ്ങി. ഒന്നും അങ്ങനെ പ്രത്യേകിച്ച്. പിന്നെ എൻ്റെ ഹെയർ ഷാമ്പൂ ചെയ്ത് നന്നായിട്ട് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രൈറ്റനൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊരു മോജൻ്റെ ടീഷർട്ടാണ് കേട്ടോ. പണ്ട് എപ്പോഴും മോജന സംഭവം കിട്ടി. ഞാൻ ഇടാറൊന്നുമല്ല, പക്ഷെ ഇപ്പോൾ ഇതൊക്കെ ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ തുടങ്ങാം ഗൈസ്. ഫസ്റ്റ് എവിടെ അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, പിമ്പിൾ ഇവിടെ ചെറുതായിട്ടൊരു പിമ്പിൾ സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സോ ഗൈസ്, വലിയ രീതിക്ക് സ്കിൻ കെയർ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. മോട്ടർ അടിച്ചിട്ടുണ്ട്, വെള്ളം പോകുന്നു. അപ്പോൾ വിഷ് കെയറിൻ്റെ ഒരു ടിന്നിൻ്റെ ലിപ് ബാമാണ് ഞാൻ ഇടുന്നത്. അടിപൊളിയാണ് കേട്ടോ, അതെൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോഴത്തെ. ഭയങ്കര ബട്ടറി ക്രീമി ആയിട്ടുള്ളൊരു ആൻഡ് ഇത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീനാണ്. ഇതെനിക്ക് എന്തോ അതിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ ഒരു കുഞ്ഞ് മിനി പ്രൊഡക്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴാണ് ഇടുന്നത്. നല്ല സൺസ്ക്രീനാണ് കേട്ടോ. പക്ഷേ അത് കഴുത്തിലും ഇടാൻ നമ്മൾ മറക്കരുത്. കാരണം ഇപ്പോൾ സമയം 11 സംതിങ് ആയിട്ടുണ്ട്. രാവിലെ തന്നെ സൺസ്ക്രീൻ ഇടണം. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും സൺസ്ക്രീൻ ഇടണം ഗൈസ്. എന്താണെന്ന് അറിയില്ല, എനിക്ക് എന്ത് വയ്ക്കുമ്പോഴും ഫസ്റ്റ് കഴുത്തിൽ ഇങ്ങനെ 2-3 വീഡിയോസ് എടുക്കാനുണ്ട്. കുറച്ച് എനിക്ക് നമ്മുടെ i3atters എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജ് കുറച്ച് ഡ്രസ്സൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഗിവ് അവേ വീഡിയോ എടുക്കാമല്ലോ. വെച്ചാൽ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. പിന്നെ ഒരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. സമയമുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ആയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനി മോയ്സ്ചറൈസർ ഇട്ടോ. മോയ്സ്ചറൈസർ ബോഡി ലോഷനാണ്.
ഇത് അക്കലോജിക്കലാണ്. അക്കലോജിക്ക ബ്രാൻഡിൻ്റെയാണ്. കൈൻ്റെ മുകളിലും കാലിൻ്റെ മുകളിലൊക്കെ ഒന്ന് വരാമോ? ഇത് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. അതൊരു വാട്ടർമെലൺ സ്മെല്ലാണ്, പക്ഷെ നല്ലതാണ്. അത്ര നോൺ സ്റ്റിക്കി കാര്യങ്ങളൊന്നുമല്ല. കൈൻ്റെ മുകളിലും കാലിൻ്റെ മുകളിലൊക്കെ ഇട്ട്. അപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബ്രഞ്ചല്ല കഴിക്കുന്നത്, ലഞ്ചാണ് കഴിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു വെച്ചാൽ, ഐ മീൻ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തോ ഡെലിവറിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. മീഷോ എന്നാണെന്ന് തോന്നുന്നു. എന്തോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ആ മുടി കണ്ടോ? ഞാൻ പറയല്ലോ, ചെയ്യി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ടെക്സ്ചറിൽ വരും. കണ്ടോ? ഇതിപ്പോൾ ഇന്നലെ കെട്ടിയ കാരണമാണ് ഇത് ഇങ്ങനത്തെ ഒരു ഇതിൽ ചുരുണ്ടെടുക്കുന്നത്. നല്ല ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരും. ഈ ടെയിൽ കോമ്പ് ഭയങ്കര പെയിനാണ് കേട്ടോ. ഭയങ്കര ബ്രിസ്റ്റൽസ് അല്ല, അതിൻ്റെ ടീത്ത് ഭയങ്കര ഒരു ഇത്. ഓക്കെ, ഞാനിപ്പോൾ അതെ സൺസ്ക്രീനും ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫേസ് കണ്ടോ? ലിപ് ബാമും ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, നമുക്ക് താഴേക്ക് പോവാം. മെയിനായിട്ടുള്ളൊരു കാര്യം പറയാൻ മറന്നുപോയി. വെള്ളം നന്നായി കുടിക്കുക. ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചായിരുന്നത്, ഞാൻ എടുത്തില്ല. ഐ എം ദ സോറി കളിയാം. ഓക്കെ, ഞാൻ ചോറുണ്ടാണ് ഗൈസ്. ചോറ് പയറുപ്പേരി, പിന്നെ ഇത് മുരിങ്ങക്കായും എന്തോ ഇത്, പിന്നെ മുമ്മ അവിടെ പപ്പായയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പപ്പായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട്. ചമ്പക്കുട്ടാ ഹായ്. ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആറായി. ചമ്പൊക്കെ നേരത്തെ എണീറ്റു. പിന്നെ എനിക്ക് ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാനാണ് ഇപ്പോഴും ഇഷ്ടം. ടി വി ഒക്കെ കണ്ടുകൊണ്ട് ഏതോ പുതിയ സിനിമയൊക്കെ തുടങ്ങുന്നുണ്ട്. നെയ്മർ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ഇത് ഫുള്ള് എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഡ്രസ്സിൻ്റെ മുകളിൽ ഞാൻ കറിയാക്കി. ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ എന്തായാലും കഴിക്കാതിരിക്കുമ്പോൾ ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, വെറുതെ നോക്കുന്നതാ. കൊതിയൻ ഇഷ്കളങ്കമായി കണ്ണിലോട്ട് നോക്ക്. ചമ്പൂസ് കേട്ടോ. പയറുപ്പേരിയാണ് ഉണ്ടോ? ഒന്ന് വേണ്ട. തിന്നോടോ. പട്ടി കണ്ടോ? പട്ടി അവിടെ നോക്ക്. നീക്കിങ്ങനെ ഇരുന്നോ? സിനിമയും കഴിഞ്ഞു. പട്ടി ഏതോ നമ്പൂതിരിക്കുണ്ടായ പട്ടിയാ തോന്നുന്നുണ്ട്. വെജിറ്റേറിയനാ. പയറുപ്പേര് ഇതിനടുത്ത് ഇന്ന കണ്ട് മടാന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത്. കൊറിയർ വന്നിട്ടുണ്ട്. മീഷോന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ മതിലിൻ്റെ മുകളിൽ വെച്ചിട്ടേ പോവുള്ളൂ. പിന്നെ OTP ചോദിക്കും. പിന്നെ ചമ്പക്കൂട്ടുള്ള കാരണം ഈ വഴിക്കൊന്നും വരില്ല. അപ്പോൾ അത് പോയിട്ടൊന്ന് എടുത്തിട്ട് വരാം. മതിലിൻ്റെ മുകളിലില്ലല്ലോ. അമ്മൂമ്മ ഇങ്ങനത്തെ ഉള്ളിൽ വെച്ച. ഓ യെസ്, ഇങ്ങക്ക് ഓക്കെ. നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. ചെരുപ്പാണെന്ന് തോന്നണം കേട്ടോ. വേറെ സംഭവം കാണിച്ചു തരാവേ. ഞാൻ അന്ന് ഷോപ്പിൽ പോയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലേ അവരത്. പിന്നെ അതല്ലാതെ ഞാൻ അതിൻ്റെ തന്നെ ജസ്റ്റ് ഇങ്ങനത്തെ ഈ സാധനം വാങ്ങിച്ചു, പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അതുകൊണ്ടൊന്ന് പോപ്കോൺ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. ബട്ടറൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ ചെമ്പറിൻ്റെ മുകളിൽ കുറേ കുട്ടികൾ തൂങ്ങിച്ചെത്തിട്ടുണ്ട് ഗൈസ്. ഡോൾസ് ഒന്നും വയ്ക്കാൻ സ്ഥലവും ഇല്ല. ഒരു ഡോൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതേ ഇവിടെ. ഓക്കെ ഗൈസ്, എൻ്റെ തലയില്ലല്ലോ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം.
വെള്ളം നന്നായി കുടിക്കുക ഗൈസ്. ഞാൻ ദൈവം 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിരിക്കണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്കിത് വലിച്ചു തുറക്കാം. ഓക്കെ, അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഐ മീൻ ഇങ്ങനെ മീഷോന്ന് കിട്ടുന്ന ചെരുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 460-500 രൂപയാണെന്ന് തോന്നുന്നു. സൺസ്ക്രീനും അതേപോലെ തന്നെ ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. കണ്ടോ ഗ്ലോ, കണ്ടോ ഗൈസ്, ഗ്ലോ. ഇതാണ് ഓയിലി സ്കിന്നിൻ്റെ അവസ്ഥ. ഫോണിലാണ് ചാർജ് ഉറങ്ങിയത്, അപ്പോൾ ഞാൻ ചാർജും കൂടി ചെയ്തിട്ടാണ്. ഓ, നല്ല ചെരുപ്പാണല്ലോ ഇത്. ആക്ച്വലി എനിക്ക് ഞാൻ മെയിൻലി ഉദ്ദേശിച്ച് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഐ മീൻ ഷൂട്ടിൽ അവിടെ കുറച്ച് ഹീൽസും ഉണ്ട്, കുഴപ്പമില്ല, നല്ല കംഫിയാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് വരുന്നത് ചെരുപ്പ്. നല്ലതല്ലേ? എനിക്ക് ഇങ്ങനത്തെ കളർ, ന്യൂഡ് കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 38 എൻ്റെ 36 എന്താണോ. അടിപൊളിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയാണേ. ഇത് പ്രത്യേകം ഇതിനൊരു വീഡിയോ ചെയ്യണമായിരുന്നു അല്ലേ. ഷോർട്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയേനെ. നെയിൽ പോളിഷ് കണ്ടോ, ഇന്ന് ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഇതാണ് ഈ യെല്ലോ കറി നമ്മുടെ കുട്ടികളുടെ പ്രശ്നം. നെയിൽ പോളിഷൊക്കെ അങ്ങ് യെല്ലോ കളറായിപ്പോയി, അതൊന്ന് റിമൂവ് ചെയ്യണം. അതായത് എൻ്റെ വീട്ടിൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ടെറസൊക്കെ ആകെ വൃത്തികേടാണ്, ആരെന്ന് വിചാരിക്കേണ്ട, ഫ്രിഡ്ജിൻ്റെ കവറൊക്കെയാണ്. അപ്പോൾ ഇവിടെയാണ് ആ ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ വീട്ടിൽ, പുതിയ വീട്ടിൽ ബോർവെല്ലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. താഴെ കിച്ചണിലോട്ട് എക്സ്ട്രാ വേറൊരു ഫിൽറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വീക്കിലി നമുക്ക് ബാക്ക് വാഷ് ചെയ്യണം. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെളി നന്നായിട്ട് പോകും കേട്ടോ. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു ഫിൽറ്റർ ഇട്ടിട്ട് ബാക്ക് വാഷ് ചെയ്തിട്ട് റിൻസ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ അത് വീക്കിലി വൺസ് നമ്മളിങ്ങനെ ചെയ്താലാണ് അതിൽ അഴുക്ക് പോകുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് കൂടെ പുറത്തേക്ക് പോകുന്നത്. കാണിച്ചു തരാവേ. ഇവിടെ നമ്മളത് ഇതിലാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഇതിനിപ്പോൾ നമ്മൾ ഈ ബാക്ക് വാഷ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ താഴെ ഇത് കൂടെ എൻ്റെ അമ്മ ഭയങ്കര വെയിൽ കേട്ടോ, വെള്ളം പോകണുണ്ടോ, ചെളി വെള്ളമാണ് പോകുന്നത്. എനിക്ക് ഇത്രയും അഴുക്കുണ്ടായിരുന്നു അതിൽ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീക്കിൽ നമ്മൾ ബാക്ക് വാഷ് ചെയ്യണം. എല്ലാവരും ഒരു പ്യൂരിഫയർ ശരിക്കും വെക്കുന്നത് നല്ലതാണ് വീട്ടിലൊക്കെ. എന്നിട്ട് ആ ഒരു വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വെള്ളം പോകും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാട്ടർ വൈറ്റിഷ് അല്ല, ട്രാൻസ്പെറൻ്റ് ആവും. ലൈക്ക് സാധാരണ വെള്ളത്തിൻ്റെ, നോർമൽ വെള്ളത്തിൻ്റെ കളറാകുമ്പോൾ നമ്മൾ പിന്നെ അത് മാറ്റണം. ഒരു കഴിയട്ടെ കേട്ടോ. ഞങ്ങളിവിടെ വടക്കാഞ്ചേരി തന്നെയുള്ള ദൈവരായിട്ടാണ് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊരു 45,000 46,000 അടുത്താണെന്ന് തോന്നുന്നു ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഇതിന് 5 വർഷത്തെ വാറണ്ടി. താഴെ വെച്ചതിന് എന്താ പറയുക, അത് നോർമൽ നമ്മുടെ പ്യൂരിഫയറൊക്കെ കണ്ടിട്ടില്ല, അതേപോലത്തെയാണ്. അതിന് ഒരു 1 ഇയർ വാറണ്ടി ഉള്ളൂ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് മാറ്റണം ഇടയ്ക്കിടയ്ക്ക്. 3 മന്ത്സ് കൂടുമ്പോൾ അതിന് ഫിൽറ്റർ അവർ മാറ്റി തരും. ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, വെള്ളം ക്ലിയറായി. അപ്പോൾ നമുക്കിത് ഓഫാക്കാം. ഇത് ഭയങ്കര പാടാണ്, ഭയങ്കര ടൈറ്റാണ് ഈ സാധനം. അമ്മേ, ഇത് വേണമെങ്കിൽ റിൻസ് 3യിൽ ഇടുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്നും കൂടി എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ട് വെച്ചാൽ അത് പോകും. പക്ഷെ ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയറായി വാട്ടർ, നല്ല പ്യൂരിഫൈഡായി. അപ്പോൾ നമ്മൾ ഈ സാധനം എൻ്റെ അമ്മ റിൻസിലിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ വെള്ളം ക്ലിയറായി ഗൈസ്. സോ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണതാണ്, എന്നാലും നമ്മുടെ വേസ്റ്റും നമ്മുടെ സ്ഥലമില്ലാത്ത ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ചമ്പൂടെ മൂത്ര വെച്ചിരിക്കുന്ന നോക്കി, ഇതാണ് എൻ്റെ അവസ്ഥ. ഇതൊക്കെ സ്ഥലമില്ലാത്ത കാരണം എല്ലാ കുപ്പത്തൊട്ടി ഇവിടെ കൊടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം എനിക്കൊന്ന് ക്ലീൻ ആക്കണമെന്നുണ്ട്. എല്ലാം ആകെ അലങ്കോലമായിട്ടിരിക്കുന്നത്. ഇതെൻ്റെ ട്രൈപോഡാണ്, വലിയ ട്രൈപോഡാണ്. ഒക്കെ വേസ്റ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഈവനിങ് ഒക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെയും ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും കാണാൻ നല്ല രസമാണ്.
പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ്. കടകളും അങ്ങനെ, പക്ഷെ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ കൊടുങ്കാറ്റിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഇന്നലെ ആക്ച്വലി ഞാൻ ഫോണെന്ന് പറയണത് ഫാനൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. എനിക്കറിയണ്ടായിരുന്നില്ല ഫാനൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്നു. ഫാനിൻ്റെ കാറ്റിന് ശേഷം എല്ലാം വലിയാണല്ലോ പറയുന്നത്. എനിക്കറിയണ്ടായിരുന്നില്ല ഫാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റ് സ്പീഡ് കൂടും എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, അറിയണ്ടായിരുന്നില്ല. ഇന്നലെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഭയങ്കര കാറ്റാണ് ഫാനിന്. ഇത്രയും ദിവസം വെറുതെ AC ഒക്കെ ഇട്ടിട്ടതായി. ഇതിൻ്റെ കാറ്റ് തന്നെ മതി നല്ല തണുപ്പിന്. അപ്പോൾ ഇന്ന് എനിക്ക് ആക്ച്വലി നെയിൽസ് വളർത്താനൊന്നും ഇഷ്ടമല്ല, സീരിയസ്ലി എനിക്ക് ഇഷ്ടമല്ല. തന്നെ വളർന്നു വരുന്നതാണ്. ഇത് കുറേ പേര് ചോദിക്കട്ടോ ഇത് വെച്ചതാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ വെച്ചതൊന്നുമല്ല, ഞാൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു ടൈപ്പൊന്നുമല്ല. അത് ഭയങ്കര മെനക്കേടാണെന്നേ. പിന്നെ നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റായിട്ട് കൊണ്ടു നടത്തണം, അങ്ങനെ കുറേ പരിപാടീസാണ്. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ നെയിലുണ്ടെങ്കിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അങ്ങനെ പോണം. പെർഫെക്റ്റ്. എനിക്ക് വിശക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 2:49, 45 ആയി. അമ്മ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വരും. അപ്പോൾ അമ്മ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. നെയിൽസ് കാണിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഐ മീൻ പാൽപ്പൊടിയും ടാങ്കൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. എനിക്ക് വയ്യ ഇനി വീഡിയോ എടുക്കാൻ, കാരണം ചാർജ് കുറവാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ചാർജിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആക്ച്വലി ചൂടത്ത് വരുന്ന കാരണം വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ഫാക്ടറി നിൽക്കണമെങ്കിൽ അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ആക്ച്വലി ഞാൻ പാല് വെച്ചിട്ടാണ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. പാൽപ്പൊടി വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും ടേസ്റ്റ് എന്ന് നോക്കാം. പറഞ്ഞ 2 സംഭവങ്ങൾ. ഞാൻ ഇതുവരെ ടാങ്കും പഞ്ചസാരയും പാലുമായിട്ടാണ് ഞാനത് ഉണ്ടാക്കാറ്. ഇതിന് പകരം ഞാനിപ്പോൾ പാൽപ്പൊടി കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ പാൽ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചിട്ട് തിന്നാറുണ്ട് കേട്ടോ പാൽപ്പൊടി. അപ്പോൾ ഇന്ന് ഞാൻ സ്മൂത്തി മേക്കർ എടുക്കുന്നില്ല, ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുക്കുന്നത്. ട്രയലായിട്ടൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഈ ക്ഷണം 2 പാക്കറ്റ് പാൽപ്പൊടി, ഒരു കണക്ക് അങ്ങനെയൊന്നും ഞാൻ നോക്കുന്നില്ല. പൊടിയൊക്കെ പോകുന്നല്ലോ. ഓക്കെ, ഇനി ബാക്കി ഞാൻ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. കാരണം ഇതിന് മുമ്പ് പാൽപ്പൊടിക്ക് പകരം പാലായ കാരണം അമ്മേ ആ ഒരു സംഭവത്തിൽ കിട്ടാറുണ്ടെങ്കിൽ നോക്കട്ടെ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആവശ്യത്തിന് ഇത്രയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. സക്സസ് അടിപൊളി. പാലിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് പാൽപ്പൊടി ഇട്ടിട്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് ഹെൽത്തി ഡ്രിങ്ക്. ഇത് ഇടയ്ക്കൊക്കെ കുടിക്കാൻ നല്ലതാണ്. പോപ്കോൺ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇത് ബട്ടർ ആദ്യം ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം, സക്സസ് ആവുമോ നോക്കാം. ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ മിൽക്ക് ഇട്ടോക്കാം. ണ്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. മീൻ സക്സസ്ഫുള്ളി പോപ്കോൺ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. അതുകൊണ്ട് ഉപ്പില്ലാത്ത ഞാൻ നെയ്യിട്ടിട്ടും ഉപ്പിട്ടിട്ടും ചെയ്ത് നോക്കാൻ പോവാം. ഓ, നെയ്യപ്പം തിന്നാൻ വന്നിരിക്കുകയാണല്ലേ. തിന്നുണ്ടത് തിന്നുണ്ടോ? അത് വിചാരിച്ച എന്തേ നോക്കിയിരിക്കണെന്ന്. ചെമ്പ് നെയ്യപ്പം നിന്നെ. അയ്യോ, ലൈറ്റൊക്കെ കത്തിയല്ലോ. ആകെ അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തമല്ല, ഇതൊക്കെ ലക്ഷറി ഡിസൈൻസ് എന്താണ്. പിന്നെ കുറച്ചൊക്കെ ഇതൊക്കെ നമുക്ക് i3 Atters എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റ്യൂം തന്നതാണ്. അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാനുണ്ട്. ഇപ്പോൾ തന്നെ സമയം 4:30 5:45 അല്ലെങ്കിൽ 5:30 ഇവിടെ നിന്ന് ഇറങ്ങണം. 6 മണിക്ക് ഷോയാണ്. അമ്മയ്ക്ക് ഇനി ചെരുപ്പൊക്കെ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സീരിയലിൻ്റെ കോസ്റ്റ്യൂംസ് ഇതിലേത് സെലക്ട് ചെയ്യും ഞാൻ? ഇതിലിട്ട് പോയാലൊന്ന് നോക്കാം.
നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ഒരു ഗ്രീൻ ടൈപ്പ്, തേർഡ് വൺ പിന്നെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഓൾറെഡി ഇട്ടിട്ട്. ഫോർത്ത് വൺ ആൻഡ് ഫിഫ്ത്ത് വൺ, സിക്സ്ത് വൺ. സോറി ഗൈസ്. അപ്പോൾ ഇത്രയും കോസ്റ്റ്യൂം വീഡിയോ ചെയ്യാൻ സമയമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിലോട്ട് ഞാനാണെങ്കിൽ പോപ്കോൺ കിച്ചണൊക്കെ കയറിയതൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഒരു ടൈമായി. വിചാരിക്കുന്ന പോലെ ഈ ഒരു അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ വിഷയമാണ് ഗൈസ്, വിഷയം. ഞാൻ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. സമയമില്ല വീഡിയോ എടുക്കാൻ. ഇതാണ് നമ്മുടെ മീഷോന്ന് വാങ്ങിച്ച പുതിയ ചപ്പൽ. കുറേ നാൾക്ക് ശേഷം ചപ്പൽ ഇടുന്നു. ഇതുവരെ ഷൂസ് ആയിരുന്നു. ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക് ഫോർ മസ്റ്റ് മൂവി ഡേറ്റ് വിത്ത് അമ്മ. ഓവർ ആക്റ്റീവ് ചൊല്ലാക്കരുതല്ലേ. ഇത് നമ്മുടെ കോസ്റ്റ്യൂം, നമ്മുടെ സ്വന്തം 3 ഐറ്റംസ്. അപ്പോൾ ഗൈസ് മൂവിക്ക് പോയി തരാം. 5:45, 6 മണിക്ക് ഷോ. അമ്മതിപ്പോൾ റെഡി ആയിട്ടേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. ഉണ്ട് ഗൈസ്. രാത്രി സന്തോഷമായില്ലേ? ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സമർത്ഥനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജയ് രാമേന്ദ്രൻ ഈ കേസ് ഏറ്റെടുത്താൻ എങ്ങനെയുണ്ട് അമ്മ? ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട് പറ. എങ്ങനെയുണ്ടെന്ന് മൂവി എങ്ങനെ റിവ്യൂ പറയാമോ? അമ്മ കുറേ നാളുകൾക്ക് ശേഷം വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞല്ല ജിംഖാനയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. അത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നു. ക്ലൈമാക്സ് മാത്രം ഷോ ഉണ്ടാവും. സമയം വെറുതെ പോയി. കുഴപ്പമില്ല, ആൾക്കാർ ആരുമില്ല തിയേറ്ററിൽ. ആലപ്പുഴ ജിംഖാന ഞാൻ മിനിയാന്ന് പോയത്. അതിന്റെ മുകളിൽ എന്തൊക്കെയുണ്ട്.
ആയാലോ? ഷുഗർ ഗ്ലാസ് അത് എടുക്കട്ടെ. അമ്മ പേച്ച് തരണം സ്പൂൺ വയ്ക്കാൻ. കൊണ്ടുപോയി കൊടുത്തു. വയറ് വേദനിച്ചിട്ട് വയ്യ, വേഗമായിട്ട് പോവാം വയ്യ. എനിക്ക് തോന്നണ ആ ഒരു ജ്യൂസിൻ്റെ ആണോ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ വണ്ടി ഉണ്ടാവും. എൻ്റെ അമ്മേ. എവിടത്? എന്താ വരാത്ത? എവിടെയിരുന്നു? ആ ഓടൊന്നുമില്ല, തുറക്ക് കയറ്റ്. ചമ്പുക്കുട്ടി, ചമ്പുക്കുട്ടി, അമ്മ നിന്റെ മൈൻഡിലടാ. മൈൻഡ് ചെയ്യുന്ന എന്നെ നോക്ക്. കണ്ടോ നന്ദിയില്ലാത്തവൻ നമ്മുടെ അടുത്താണ്. നിന്നെ കെട്ടിടാനാണ് അമ്മ വിളിക്കുന്നത്. എന്താ എള്ളുണ്ടാ? നല്ലതാണത്ര കഴിക്കുന്നത്. എൻ്റെ തല ഞാൻ കാണിച്ചു തരാവേ. ടടേ, കണ്ടോ? ഇതാണ് ഹെൽമെറ്റ് വെച്ചുള്ള അവസ്ഥ. അങ്ങനെ വിജയശ്രീ ലാളിതമായിട്ട് നമ്മൾ 9:55 വീട്ടിലെത്തി. ശോകം എന്ന് പറഞ്ഞാൽ ശോകം മൂവി, കട്ട ശോകം. അമ്മ കുറേ കാലത്തിന് ശേഷം ഒരു മൂവി കാണാൻ എൻ്റെ കൂടെ വന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും പോകുന്നുള്ളൂ. പക്ഷേ ഏറ്റവും ഇതിൽ തന്നെ കറക്റ്റായിട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷേ കട്ട ബോറിങ് കേട്ടോ എനിക്ക്. ഞാൻ പിന്നെ ഒരു ആർട്ടിസ്റ്റ് ആയ കാരണം, നമ്മൾ ഈ ഒരു ഫീൽഡായ കാരണം അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ പിന്നെ അതിൽ നമ്മുടെ നാദിറേനെ വരാനൊക്കെ കാണാൻ പറ്റും, ഭയങ്കര സന്തോഷം. പിന്നെ ഞങ്ങളുടെ ഏഷ്യാനെറ്റിലെ EP ആയിട്ടുള്ളൊരു സാറിനെ കാണാൻ പറ്റി. പക്ഷേ മൂവി ഗൈസ്, ഞാനൊന്ന് ഫ്രഷ് ആവില്ല കേട്ടോ. എണ്ണ ലിപ്സ്റ്റിക് ഷെയ്ഡ് കൊള്ളാം അല്ലേ? ലിപ്പ് ഇങ്ങനെ ഭയങ്കര പ്ലംബി ആയിട്ട് നിൽക്കുന്നു. അടച്ചഴുക്ക. ഇന്ന് ഞാനിത് വാലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാല് മാത്രം ഇട്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചില്ല. കുളിക്കട്ടെ.